രാവിലെ കൂട്ടും, ഉച്ചക്ക് കൂട്ടും. നല്ല കറണ്ട് ബില്ലാന്ന് പോലെ. ദോശ മാവ് തികയായിട്ടില്ല. സിദ്ധു പഠിക്കണ്ടേ? ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ദിവസത്തിന് ശേഷമായിട്ടോ ഇങ്ങനെയൊരു വീഡിയോ. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ രാവിലെ ചെയ്യുന്ന കുറച്ച് പരിപാടികളാണ്. ഈ മീനിന് തീറ്റ കൊടുക്കുക. പിന്നെ നമ്മുടെ കുഞ്ഞോട്ടോ ഇപ്പോൾ രാവിലെ എണീക്കും കേട്ടോ. LSS USSൻ്റെ ഒക്കെ എക്സാം എടുത്ത് വരികയാണല്ലോ. അപ്പോൾ അവൻ പഠിക്കാൻ എണീക്കും. അതുകൊണ്ട് ഒരു 6 മണിക്ക് എണീക്കും കേട്ടോ. ഇനി നമുക്ക് അടുക്കളയിലോട്ട് പോകാം. അപ്പോൾ എനിക്ക് അടുക്കളയിലോട്ട് ആദ്യം തന്നെ ചെയ്യാനുള്ളത് ദോശ ചുടാനാണ്. പക്ഷേ കുറച്ച് നേരം ദോശ ചുട്ടാൽ മതി, കാരണം ദോശ മാവ് കുറച്ചേ ഉള്ളൂ. ഇനി എന്താണെന്ന് കാണാം. ഇന്ന് മാങ്ങാക്കറിയാണ്. മാങ്ങ മീനിട്ട് വെക്കണം എന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ മീൻ കിട്ടിയില്ല. അതുകൊണ്ട് നമ്മളിന്ന് മാങ്ങാക്കറി, തേങ്ങ അരച്ച മാങ്ങാക്കറി, മാങ്ങാക്കാളൻ, മാങ്ങാക്കറിനെ പുളിയാക്കിയിട്ട് പുളി ഉണ്ടാവും വാങ്ങി. പിന്നെ ചെമ്മീനോ മത്തിയോ അങ്ങനെ എന്തെങ്കിലും വിട്ട് മാങ്ങയിട്ട് വെക്കാന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ ഇന്നലെ നോക്കുമ്പോ ഒരു ചെറിയ മത്തിയാണത്. മാങ്ങ സീസണാണ്. ഞാൻ ഫുള്ള് എല്ലാ മാവും പൂത്തിക്കട്ടെ ഇപ്രാവശ്യം. നല്ല പുളിയാ അല്ലേ? ഇതാണ് മാങ്ങാക്കറി. ഇതിന്റെ റെസിപ്പി അല്ല ഞാൻ കാണിച്ചില്ല, അതുകൊണ്ട് ഇതിന്റെ ഞാൻ റെസിപ്പി ഒന്നും ഇടക്കാരല്ലോ ചോദിച്ചിക്ക് മാങ്ങാക്കറി വെക്കണം. മാങ്ങ ഇട്ട് ഇതൊന്നും സാധനം മഞ്ഞൾ, മാങ്ങയും മഞ്ഞളിട്ട് മുളകും. പക്ഷെ നല്ല രസമാണ് ഈ ഒരു കറിക്ക്. ടേസ്റ്റ് അല്ലേ? ചിലപ്പോ ഭയങ്കര പുളിയായി പോയി. ലേശായിട്ടോ ഇട്ടിട്ടുള്ളൂ. മുളക് പൊടി ഒക്കെ കുറച്ചായിട്ടുള്ളൂ. മുളക് പൊടിയും മഞ്ഞപ്പൊടിയും എല്ലാം കുറച്ച് മതി. ഇത്ര മതി വെള്ളം. ഇങ്ങനെ അങ്ങോട്ട് കുറച്ച് കറിവേപ്പില കേട്ടോ. കറിവേപ്പില ഇട്ടിട്ട് പിന്നെ മേലത്തെ ഒരു കുഞ്ഞനാ തോന്നുന്നു രാവിലെ തുടങ്ങും. എന്നിട്ട് കരച്ചിൽ ഇരുന്നില്ല. രാവിലെ ഒരു ഒച്ചപ്പാടുണ്ടാവും. ഫ്ലാറ്റ് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഫ്രീ ആയിട്ട് വെക്കാം. കയ്പാണ് ഞാൻ മുറിച്ചു തരാം. ഉപ്പേരിക്ക് വേണോ? കയ്പയും ക്യാരറ്റും വേണോ? ഉപ്പേരിക്ക് വേണ്ടല്ലേ? കയ്പേന്റെ ഒരു കയ്പ് ഉള്ള പരിപാടി. ഈ പലം മാറ്റാനായിട്ട് സഹിച്ചേട്ടാ. മരത്തിന്റെ ആണേ, പക്ഷെ എന്തോ ഒരു കറുപ്പ് വന്നില്ലേ അത്. എനിക്ക് തോന്നുന്നു വെള്ളം ഈർപ്പം തട്ടിട്ടായിരിക്കും. ഒരാൾ ഇവിടെ പഠിച്ചു കേട്ടോ. ഏടാ സിദ്ധു നല്ല ഉറക്കം. എന്താ കുഞ്ഞു കുറയ്ക്കുന്നേ? ഇതാട്ടോ സിദ്ധുവിന്റെ കിടപ്പ് കണ്ടില്ലേ നിങ്ങൾ? സിദ്ധു ഇതാ നല്ല സുഖമായിട്ട് ഉറങ്ങ. സിദ്ധു സിദ്ധു പഠിക്കണ്ടേ? ഇതാ പഠിക്കണ്ടേ? എണീച്ചിട്ടൊരു 10 മിനിറ്റ് ഓനൊരു ആലോചന. ഇന്ന് സ്കൂളിൽ പോണല്ലോ എന്നുള്ളതൊക്കെ അത് കഴിഞ്ഞിട്ടാന്ന് ഓരോന്ന് റെഡി ആവൂലേ സിദ്ധു? എണീച്ചോട് മോനെ. സമയത്ത് 7 മണിയായി. LSS വായിക്കാനുണ്ട്. കുറച്ച് നേരം LSSന്റെ ബുക്ക് എടുത്ത് വായിച്ചാൽ മതി. അപ്പോഴത്തേക്ക് പിന്നെ 8:30 ആകുമ്പോഴത്തേക്ക് പോകണം. ലേശം നേരം ഒന്ന് സമാധാനത്തോടെ എണീച്ചിട്ട് വായിച്ചോട്ടോ. മഞ്ഞളിട്ട് തേങ്ങ അരക്കുക. മഞ്ഞൾ അതിൻ്റെ അത് ഇട്ടല്ല, അധികം ഇടണ്ട. അവസാനം മഞ്ഞ കളറായി. മഞ്ഞ കളർ തേങ്ങ ചേട്ടാ. ഇത് ഉപയോഗിച്ച നല്ല കറണ്ട് ബില്ലാന്ന് പോലെ. ഞാൻ ഇന്നലെ അഭിനയിച്ച് വെച്ചപ്പോ പറഞ്ഞു എന്നോട് എത്രയോ പൈസ അയക്കിന്ന് കറണ്ട് ബില്ല്. നമുക്ക് ഈ മാസം നല്ല പൈസയാവും കേട്ടോ. ഞാൻ ഫുൾ ടൈം ഇപ്പൊ ഇതില്ല വെള്ളം. കറണ്ട് പോകും അല്ലെങ്കിൽ ഗ്യാസ് പോകും.
അല്ല ഗ്യാസിന്റെ എന്താ പ്രശ്നം അറിയാം, ഗ്യാസിൽ വെള്ളം വെച്ച് പോയാൽ എന്നോട് മറന്നു പോകും. അതാണ്. അപ്പൊ അധികം തിളച്ച് കഴിഞ്ഞ് കുറെ ഇതാകുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആവും. അതൊരു സമാധാനത്തിലായിരിക്കും. എന്തായാലും പണിയാ ഗ്യാസ് സിമ്പിൾ കറി. പക്ഷെ ലേശം മാങ്ങ വെന്തു. മറ്റേ മോര് കറി പോലെ ഉണ്ട്. മാങ്ങക്കറിയാണ് നിന്റെ മോൾ ആരെ എഴുതി ഒട്ടിക്കേണ്ടി വരും. സ്വന്തം ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ്. ഇങ്ങനെ എല്ലാവരും വിട്ടു കൊടുക്കും. ഇത് ദോശയപ്പം കഴിഞ്ഞു. ദോശമാവ് കഴിഞ്ഞ് ഇത്രയുള്ളൂ. ദോശ ചട്നി ആക്കണ്ടേ? ചട്നി ആക്കണം, ഉപ്പുമാവാക്കണം. കയ്പ മുറിച്ചിട്ട് കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കയ്പ് പോകുന്നൊക്കെ പറയുന്നുണ്ട്. ആണല്ലേ കഴിച്ചേട്ടാ? എന്ന് ഇഷ്ടാട്ടോ കയ്പേൻ്റെ ഉപ്പേരി. നല്ലോണം എന്താ പറയാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മറ്റേ എന്താ പറയാ മെഴുക്ക് പുരട്ടി ഉപ്പേരി എന്താന്നുള്ളതൊന്നും എനിക്ക് വ്യത്യാസം അറിയില്ല കേട്ടോ. ഇവിടെ ഞാൻ എല്ലാത്തിനും ഉപ്പേരി എന്നാ പറയല്ലേ. മെഴുക്ക് പുരട്ടി എന്ന് പറയുന്നത് ലാസ്റ്റ് ഒരു വെളിച്ചെണ്ണ വെച്ചിട്ട് നല്ലേ കഴിച്ചേട്ടാ. മറ്റേതാന്ന് തോന്നുന്നു, മറ്റേ തേങ്ങയും പച്ചമുളകും എല്ലാം കൂടി ചതച്ചിട്ടിടൂലേ നമ്മളെ. അങ്ങോട്ടെല്ലാം ഉപ്പേരിക്ക് മെഴുക്ക് പുരട്ടി. എല്ലാത്തിനും മെഴുക്ക് പുരട്ടിന്ന് അറിയില്ലേ? ഉലുവട്ടിട്ടില്ലേ? അല്ല ഈ വേറെ തോന്നല്ലോ അറിയാം. താളിക്കും നമ്മള് വറവ് കഴിക്കുക. ഓരോ ഭാഷ കൊയിലാണ്ടിക്കാര ഭാഷ മാത്രം. അത് ഇമ്പളെ കൊയിലാണ്ടി. ഞാൻ കൊയിലാണ്ടിക്കാരി കുറെ ആൾക്കാരുണ്ട് കേട്ടോ. ഇമ്പളെ കൊയിലാണ്ടി നമ്മളെ വടകര ഭാഷ. ആർക്കും നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കാൻ തരാൻ പറ്റൂലല്ലോ. ഞാൻ ടേസ്റ്റ് നോക്കാം. സ്വന്തം അടിപൊളിയാന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ മുങ്ങി നിൽക്കുക. ഉറക്കില്ല. അപ്പൊ എന്താ വായിക്കുന്നേ? ഉറക്കം ഇങ്ങോട്ട് വിട്ടില്ല. ഉറക്കില്ല. ടെൻസൊക്കെ ഉണ്ട് പഠിക്കേട്ടോ. അതാ ഇതിന് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലേ? ആക്കി അറിയോ കുഞ്ഞോ? എന്താ സിന്ധു? ഒരാള് ചെല്ല് വിളിക്കേ. ഇത് രാവിലെ ഒരു പണിയായിരിക്കും. നീ വിളിക്ക്, ഞാൻ വിളിക്ക്. ഇങ്ങനെയല്ല പറയാ. ഇന്നലെ വൈകുന്നേരം ഞാനാ ഫസ്റ്റ് വിളിച്ചേ, അതുകൊണ്ട് ഇന്ന് ഇനിയാണ് ഫസ്റ്റ്. അല്ല ഇന്ന് രാവിലെ ഞാൻ ഇന്ന് വൈകുന്നേരം ഞാനാ. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ചോദിക്കും, എന്തായാലും കുഞ്ഞു വിളിച്ചാലും ഇത് വിളിച്ചില്ലേ സയാമി ചേർത്ത് കളയിക്കണം അല്ലേ? ഒരാൾ വിളിച്ചാലോ രണ്ടാളും വിളിക്കണം. പക്ഷെ ഇനി ഫസ്റ്റ് ഞാൻ ഫസ്റ്റ്, ഇനി ഫസ്റ്റ് ഞാൻ ഫസ്റ്റ്. വൈകുന്നേരം രാവിലെ 10 മിനിറ്റ് ഗ്യാപ്പാണ്ടാവും വിളിക്കുന്നതിന്. ഉച്ചക്കത്തെ കൂടെ എന്ത് കാരറ്റും കക്കിരി എല്ലാ ദിവസവും. ഇപ്പൊ കുറച്ചാ ചോറ് തിന്നുള്ളൂ. എന്താ ഉള്ളല്ലേ? ഒരു കലം നിറച്ചും ചോറും ഒരു ക്യാരറ്റും. ഇപ്പൊ ആകെ 2 സ്പൂൺ ചോറാ തിന്നല്ലോ. ബാക്കി സ്പൂണല്ല ചേട്ടാ, വലിയ കൊല്ലി കരണ്ടി, വലിയ കരണ്ടി. സത്യം പറയാലോ, ചോറൊക്കെ മധുരമുള്ള ഇല്ലാത്ത ചായ കുടിക്കും, പക്ഷെ മധുരമുള്ള എല്ലാ സാധനവും തിന്നും. പിന്നെ അതേപോലെ തന്നെ നല്ലോണം ചോറ് തിന്നും. പച്ചക്കറി എന്നും പറഞ്ഞ് തിന്നുന്ന സാധനം ഈ 2 കഷ്ണം ഇതൊക്കെ തിന്നുന്നത് നല്ലതായിട്ട് യാതൊരു മാറ്റം ഇല്ലാതെ അല്ലേ? എനിക്ക് നിങ്ങളെ മോട്ടർ നിന്ന് വയ്ക്കും. നിങ്ങൾ തടിക്കുന്നില്ലല്ലോ. മോട്ടർ പണ്ടേ അടിച്ചതാ. എന്റെ അടിയിലോട്ട് പോക്കാൻ തോന്നുന്നു. പോക്കാൻ പറ്റി തിന്നാന്നല്ലോ. പോക്കൊന്നുമില്ലേ? ആകെ ഇതാണല്ലോ. പൂവ് ഉണ്ടാക്കിയില്ല. സമയം 7
റവേന്റെ ഉപ്പുമാവ് 2 കാര്യമുണ്ട്. എന്താന്ന് വെച്ചാൽ രാവിലെ അരിനെ തിന്നുകയും ചെയ്യണ്ട അല്ലേ? ദോശ മാവ് തികയായിട്ടില്ല. അത് പറഞ്ഞോ. ഇവിടെ പിള്ളേർക്ക് 2 ഇഷ്ടമല്ല, ഉണ്ടാക്കല്ല 3 ഇഷ്ടമല്ല ഉപ്പുമാവ്. എനിക്ക് ഭയങ്കര 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 ഇഷ്ടം. സത്യം പറയാൻ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. നെയ്യൊക്കെ ആക്കി ഞാനുണ്ടാക്കിയാല് സൈഷേട്ടൻ തന്നെ ഉണ്ടാക്കാന്ന് വെച്ചാല് ഇപ്പൊ രാവിലെ സാമ്പാർ സൈഷേട്ടൻ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ രാവിലെ കൂട്ടും, ഉച്ചക്ക് കൂട്ടും, വൈകുന്നേരം അതും കൂട്ടും, രാത്രി സൈഷേട്ടൻ ഉണ്ടാക്കുന്ന ഉപ്പുമാവന്റെ 3-4 പേര് സൈഷേട്ടൻ സ്വന്തം ഉണ്ടാക്കുന്ന സാധനം എനിക്കന്ന് ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് ഇഷ്ടമല്ല. വേറെ ആരും ഉണ്ടാക്കി തരുന്ന കറിയല്ല സത്യായിട്ടും വേറെ ആരും ഉണ്ടാക്കിയ മീൻകറി നാളെ ഞാൻ സുന്ദീനോട് ഇറങ്ങി കേട്ടോ. ശരിക്കും ഒരു ശരിക്കും തോന്നിയ രാവിലെ ഉച്ചക്കൊക്കെ സുന്ദീച്ചൊക്കെ ഉണ്ടാക്കുന്ന മീൻകറിയും ചോറും തിന്നണ്ടീനോ. ഞാൻ ഇങ്ങളെ ചോറ് തിന്നണ്ടീനോ. എനിക്ക് നല്ല രസാ. നല്ല മീൻകറി ഒക്കെ ഉണ്ടാക്കിയില്ലേ അന്നേരം വേറെ ആളുണ്ടാക്കി തന്നെ തിന്നാൻ. ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി ഇനി വേണ്ട, ഇനി വേണ്ട, ഇനി പിന്നെ വേണ്ട. എന്നാലും ആഗ്രഹം ഇനി പിന്നെയും പിന്നെ ഒരാള് വന്ന് 2 ആള് വന്ന് 3 ആള് വന്ന് ഇങ്ങനെ പല ദിവസവും തോന്നുന്നു. ഇപ്പൊ ചേട്ടാ എന്താക്കുന്ന ഇനി ചമ്മന്തി അരക്കണ്ടേ? ചമ്മന്തി ആക്കാം. ഓ പിന്നെ തക്കാളി കുഞ്ഞു ഓ കുഞ്ഞു കേട്ടോ വീഡിയോ എടുക്കുന്നേ. തക്കാളി ചമ്മന്തി ഉണ്ടാക്കി. തക്കാളി ഉള്ളി ദോശ ഇത് മാറ്റിക്കോളാ. രാവിലെ മലയാളം വൈകുന്നേരം സയൻസ്. സിദ്ധു രാവിലെ മലയാളം വൈകുന്നേരം സയൻസ്. സിദ്ധു വാ ചായ നോക്ക് മക്കളെ. സമയം എത്രയായി? 8:20 അല്ലേ? കുഞ്ഞൂനും സിദ്ധുവിനും ഉപ്പുമാവ് ഞാൻ കുറെ ചോദിച്ചു വേണോ. രാവിലെ ഒരു ചകപ്പ 8:30 ഇതൊക്കെയാണ് നമ്മളെ ചായ കൂട്ടതേ. ചേട്ടാ നമ്മളെ ചായ ചായ വേണ്ട. വാ ഇനി എടി പോന്നേ. ഈ ആശാരിമാരെ ചായ കുടിക്കാൻ വിളിച്ച പോലെയാണല്ലോ. വന്നോളൂ. അപ്പൊ ഇതൊക്കെയായിരുന്നു ഗൈസ് ഞങ്ങൾ ഇന്നത്തെ ചായ കൂട്ടലും. മക്കൾ തിന്നിട്ടും 2 ബാക്കിയുണ്ട്. പിന്നെ 2 കേട്ടാ. പിന്നെ ചമ്മന്തി. ഇത് ഇന്നത്തെ ചെറുപയറിന്റെ കറി കേട്ടോ. പിന്നെ പഴമുണ്ട്. ചായ എപ്പോ ഒന്നും ഉണ്ടാക്കില്ല, ചില സമയത്ത് അല്ലേ, ഇടയ്ക്കൊരു ആഗ്രഹത്തിന്. പുറത്തു പോയി എന്തെങ്കിലും കുടിക്കും കേട്ടോ. പുറത്തു പോയി എനിക്ക് എന്താന്ന് അറിഞ്ഞൂടെ, ഹോട്ടലിൽ എത്തുമ്പോ ചായ കാണുമ്പോ ഒരു ആഗ്രഹം അല്ലേ ചായ കുടിക്കാൻ. ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോ ഇതൊക്കെയുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാം. ഇത്രയൊക്കെ ഉള്ളൂ ബാബുസ്വാമി. അതുകൊണ്ട് ഇനി എല്ലാരും കാണുകയും ചെയ്യണം, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും പുതിയ പുതിയ കുറെ വീഡിയോസ് വരുന്നുണ്ട്.
അങ്ങനെ ഞാനിങ്ങനെ പറയൂ, പക്ഷെ വരൂല. വരുന്നുണ്ട്, നമ്മളെ കുഞ്ഞുവിന്റെ ബർത്ത്ഡേ വരുന്നുണ്ട്, പിന്നെ വീഡിയോ വരുന്നുണ്ട്. ഇപ്പൊ വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്ത് അങ്ങോട്ട് വരണം കേട്ടോ. പിന്നെ ഇനി ഉത്സവത്തിന് പോകാനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. വഴിയേ കാണാം. ഇന്നിപ്പോ ഇത് ഇത്രയേ ഉള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ ബൈ.